ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്തൊരു ട്രയാങ്കിൾ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് ഉറപ്പായി ആറ്റിങ്ങൽ പറയാം. ഏത് കോട്ട വീണാൽ ആറ്റിങ്ങൽ കോട്ട വീഴില്ല എന്ന CPM ഉറപ്പിച്ചൊരു മണ്ഡലത്തിൽ സാക്ഷാൽ സമ്പത്ത് വീണ ആറ്റിങ്ങലാണ്. അടൂർ പ്രകാശിന്റെ അട്ടിമറി ഇപ്പോഴും അവിടെ CPM പേടി സ്വപ്നമാണ്. തിരിച്ചുപിടിക്കാൻ ഇറങ്ങുന്നു അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഗ്രൗണ്ട് അറിയാവുന്ന വി ജോയി എന്ന MLA കാവിക്കൊടി പിടിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി അംഗം ഘടിപ്പിക്കുമ്പോൾ ആറ്റിങ്ങൽ അപ്രവചനീയം. വർക്കല, വാമനപുരം, ആറ്റിങ്ങൽ നിയമസഭാ സെക്ഷനിൽ എടുക്കുന്നു 1006 സാമ്പിളുകൾ. വരട്ടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? ആറ്റിങ്ങലുകാർ പറയുന്നു വിലക്കയറ്റം എന്ന് 17.2% ആളുകൾ, രാഷ്ട്രീയം എന്ന് പറയുന്നു 16.6%, സ്ഥാനാർത്ഥിയുടെ മികവെന്ന് പറയുന്നവർ 19.6%, തൊഴിലില്ലായ്മ എന്ന് പറയുന്നവർ 5.3%, വികസനം എന്ന് പറയുന്നവർ 16.8%, അഴിമതിയും വിവാദങ്ങളും. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഈ അഴിമതികൾ, വിവാദങ്ങൾ. 4.3% ആളുകൾ. സിറ്റിംഗ് MPയുടെ പ്രവർത്തനം വിലയിരുത്തി വോട്ട് 16.3% ആളുകൾ. മറ്റു വിഷയങ്ങൾ 3.8%. എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കിയ ഈ 4 മണ്ഡലങ്ങളിൽ ഈ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് രാഷ്ട്രീയത്തിന് മുകളിൽ വിലക്കയറ്റം, ദൈനംദിന പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ആറ്റിങ്ങലാണ് ആ മണ്ഡലം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്നവർ 31.9%, സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നവർ 35.8%, ഇരുവരും ചേർന്നാണെന്ന് പറയുന്നത് 32.3%. അവിടെയും ആറ്റിങ്ങൽ നമ്മൾ നോക്കിയ 4 മണ്ഡലങ്ങളിൽ സംസ്ഥാന സർക്കാരാണ് കൂടുതൽ കുറ്റക്കാർ എന്ന റേറ്റിംഗ് കൂടുതൽ വരുന്നത് ആറ്റിങ്ങലാണ്. ബാക്കി 3 മണ്ഡലങ്ങളിലും കേന്ദ്രത്തിനായിരുന്നു പഴി. തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 26.9%. ഈ സർക്കാരിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറയുന്നവർ 73.1%. പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് ആറ്റിങ്ങൽ പറയുന്നു സ്വാധീനിക്കുമെന്ന് 36.3%, സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 63.7% ആളുകളുടെ മനസ്സിൽ പൗരത്വം എന്തായാലും ആ വിഷയം മാത്രം വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമല്ല. അഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചത് 8.2%, മികച്ചത് 14.8%, ശരാശരി 30.5%, മോശം 25.3%, വളരെ മോശം 21.2%. അവിടെയും ശരാശരി എന്ന് പറയുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് കേന്ദ്ര സർക്കാർ എന്ന് ആറ്റിങ്ങലിലെ വോട്ടർമാർ പറയുന്നു 30.5%. ആറാമത്തെ ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ട് എന്നാണ് അവിടെയും കൂടുതൽ റേറ്റിംഗ്. 47.2% ആളുകളും പറയുന്നു കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷം പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ വേട്ടപ്പട്ടികളെ പോലെ പെരുമാറുന്നു എന്ന് കരുതുന്നവർ 47.2%, ഇല്ല എന്ന് പറയുന്നവർ 27.5%, അറിയില്ല എന്ന് പറയുന്നവർ 25.3%. അവിടെയും വേട്ടയാടലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് 47.2%, ചെറിയ ശതമാനമല്ല. സെവൻത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? അവിടെയും പിണറായി വിജയനാണ് ടോപ്പ് സ്കോർ 40.7%, VD സതീശ് 23.8%, രമേശ് ചെന്നിത്തല 16.7%, കെ സുരേന്ദ്രൻ 5.8%. എനിക്ക് 4 മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ കെ സുരേന്ദ്രൻ റേറ്റിംഗുള്ള ആറ്റിങ്ങലുണ്ട് 5.8%, വി മുരളീധരൻ അവിടെ 11.8%, MV ഗോവിന്ദൻ 1.2% എന്ന് പറഞ്ഞാൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ടുകൂടി ആ റേറ്റിംഗിനെ ആ രീതിയിൽ കൂടി കാണണം. എട്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി 33%, രാഹുൽ ഗാന്ധി 39.5%, സീതാറാം യെച്ചൂരി 24.4%, മമതാ ബാനർജി 0.4%, അഖിലേഷ് യാദവ് 0.1%, സ്റ്റാലിൻ 2.6%. ആറ്റിങ്ങലിലെ വോട്ടർമാർ കരുതുന്നു സ്റ്റാലിൻ നല്ല മികച്ച നിലപാടുള്ള ഒരു ദേശീയ നേതാവാണെന്ന് കരുതുന്നു 2.6%. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ? വെല്ലുവിളിയാകും എന്ന് പറയുന്നു 24.8% ആളുകൾ, വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നു 30.5% ആളുകൾ. അവിടെയും നിലപാടില്ല എന്ന് പറയുന്നവർ 44.7%. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്തും സംഭവിച്ചേക്കാം, ഒരുപക്ഷെ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ അവിടെ വെല്ലുവിളി ആയേക്കാം. ഒരു ക്ലാരിറ്റി ആ വിഷയത്തിൽ ഇപ്പോഴും ഇല്ലാത്തവരുടെ നിലപാടാണ് നമ്മൾ നോക്കിയ 4 മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ നിലപാടില്ലാത്തവരുടെയും 44.7% ആളുകൾ. ബി ദിലീപ് കുമാർ, ദിലീപ്, ഇവിടെ ഇന്ത്യ സഖ്യം വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് നമ്മൾ 4 മണ്ഡലം നോക്കിയാലും അവിടെ നിലപാടില്ല എന്ന് പറയുന്നവരുടെ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ക്ലാരിറ്റി ഇല്ല. ഇന്ത്യ സഖ്യം ഏത് രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ന് കരുതുന്നവർ ശതമാനം കൂടുന്നതിൻ്റെ അർത്ഥം എന്താണ് ദിലീപ്? ഹാഷ്മി, ഒരുപക്ഷെ ഈ വോട്ടർമാരെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാകില്ല എന്ന് കരുതുന്ന ചില ജനവിഭാഗങ്ങൾ, അവർ പ്രത്യേകിച്ച് കടുത്ത രാഷ്ട്രീയക്കാരായിരിക്കാം. അവരെ സംബന്ധിച്ച് എന്നാൽ ഈ വസ്തുത, നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ രംഗത്തെ ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താകാം അവർ ഈ അഭിപ്രായമില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് തോന്നുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇതിൽ വി മുരളീധരന് 11% പേർ
ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവായി കാണുന്നുണ്ട്. കെ സുരേന്ദ്രനെ അതുപോലെ 5.8% ആളുകൾ കാണുന്നുണ്ട്. ഏതാണ്ട് BJP നേതാക്കളെ സംബന്ധിച്ചും ഒരു നല്ല രീതിയിൽ ഇതുവരെ നമ്മുടെ ഈ സർവേ ഫലങ്ങൾ വന്നിട്ടുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ച് BJP നേതാക്കൾക്കും അവർക്കൊരു നല്ല രീതിയിൽ അവർക്കൊരു പിന്തുണ ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയേണ്ടി വരും. ആറ്റിങ്ങൽ ആ നിലയിൽ BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി V. മുരളീധരനെ തന്നെ ആറ്റിങ്ങലിൽ മത്സരരംഗത്ത് ഇറക്കിയത് ഈ കഴിഞ്ഞ തവണ 2019 BJP അവിടെ നേടിയ വലിയൊരു കുതിപ്പ് അത് ശോഭാ സുരേന്ദ്രനിലൂടെ ആയിരുന്നു. ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടി. അതിന് തൊട്ടു മുമ്പുള്ള 2019 തെരഞ്ഞെടുപ്പിൽ S. ഗിരിജാകുമാരി 90,000 വോട്ടുകൾ നേടിയ സ്ഥലത്താണ് കഴിഞ്ഞ തവണ വോട്ട് വിഹിതം 2,48,000 ഏതാണ്ട് 2.5 ലക്ഷത്തോളമാക്കി BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത്. പാലക്കാട് മത്സരിക്കുമെന്ന് കഴിഞ്ഞ തവണ 2019 ആദ്യം പറഞ്ഞു കേട്ട ശോഭാ സുരേന്ദ്രനെ പിന്നീട് ആറ്റിങ്ങലിലേക്ക് നിയോഗിക്കുകയായിരുന്നു. ആറ്റിങ്ങലിൽ അന്ന് ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് തന്നെയാണ് BJPയെ സംബന്ധിച്ച് അതൊരു A ക്ലാസ് മണ്ഡലം എന്ന നിലയിലേക്ക്, അതായത് ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ വിജയിക്കാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലേക്ക് എത്തിച്ചത്. ഏതായാലും ആ ഇടതുമുന്നണി നേരത്തെ അവരുടെ ഉറച്ച സീറ്റായി കരുതിയിരുന്ന ആ മണ്ഡലത്തിലാണ്, ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് 2019 തെരഞ്ഞെടുപ്പിൽ A സമ്പത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടൂർ പ്രകാശ് അവിടെ ഒരു അട്ടിമറി വിജയം നേടിയത് എന്ന് തന്നെ പറയാം. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 70,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ച സമ്പത്തിനെയാണ് കഴിഞ്ഞ തവണ 38,000-ൽ പരം വോട്ടുകൾക്ക് അടൂർ പ്രകാശ് തോൽപ്പിച്ചത്. അടൂർ പ്രകാശ് പിന്നീട് ആ മണ്ഡലത്തിൽ വളരെ സജീവമായി എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുകയും ഒക്കെ ചെയ്തു. അവിടെ അടൂർ പ്രകാശിനെ തളയ്ക്കുന്നതിന് CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V. ജോയിയെ CPIM നിയോഗിച്ചത് തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യത്തോടു കൂടിയാണ്. ആ നിലയിലുള്ള പ്രവർത്തനം ഒരുപക്ഷെ ഹാഷ്മി ഈ തിരുവനന്തപുരത്ത് CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ് ഇടതു സ്ഥാനാർത്ഥിയെങ്കിലും പ്രധാനപ്പെട്ട പല നേതാക്കളും യുവജന നേതാക്കളടക്കം ഇപ്പോൾ ആറ്റിങ്ങലിൽ തമ്പടിച്ചുകൊണ്ടുള്ള ആറ്റിങ്ങലിലെ CPIM സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ്. ആ പരിശ്രമം വിജയം കാണുമെന്ന് CPIM-ഉം ഇടതുമുന്നണിയും ഒക്കെ കരുതുന്നുണ്ട്. പക്ഷേ അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്തുമെന്ന് കോൺഗ്രസും V. മുരളീധരനിലൂടെ അട്ടിമറി ജയം നേടാനാകുമെന്ന് BJPയും കരുതുകയാണ് ആറ്റിങ്ങലിൽ. ഹാഷ്മി. എസ് ഗോപി, ഇവിടെ ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ നന്നായി ഒരു കല എന്നുള്ള നിലയ്ക്ക് പോലെ കൊന്നിലടക്കം നമ്മൾ കണ്ടാണ് അടൂർ പ്രകാശിന് മണ്ഡലം അറിയാം. ആ സമയത്തുള്ള പെരുമാറ്റം എങ്ങനെ നന്നായി അറിയാവുന്ന നേതാവാണ്. അതേസമയം തന്നെ ബാക്കി ഏത് കോട്ട വീണാലും ആറ്റിങ്ങൽ വീഴില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് സമ്പത്ത് അവിടെ വഴുതി വീണത്. ഇക്കുറി തിരിച്ചുപിടിക്കൽ CPM-ന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ മിനിസ്റ്റർ പോലും അവിടെ ഓവർ ടൈം വർക്ക് എടുക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്നു ആറ്റിങ്ങലിൽ, അല്ലേ? ഒരു സംശയമില്ല ഹാഷ്മി. മാത്രമല്ല ഈ സ്ഥാനാർത്ഥികളുടെ കരുത്ത്, അവരുടെ സ്വാധീനം, അവരുടെ ശക്തി ഇതൊക്കെ നന്നായി തിരിച്ചറിയുന്നവരാണ് ആറ്റിങ്ങലിലെ വോട്ടർമാർ എന്ന് നമ്മൾ കരുതണം. കാരണം വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി അവർ കാണുന്നത് സ്ഥാനാർത്ഥിയുടെ മികവാണ്. 19.6% ആളുകൾ സ്ഥാനാർത്ഥിയുടെ മികവിനാണ് അവർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ നോക്കിയാൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നല്ല ഇലക്ഷൻ മാനേജറാണ് എന്ന കാര്യത്തിൽ അടൂർ പ്രകാശിന് അദ്ദേഹത്തിന് മികവ് തെളിയിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ A സമ്പത്തിനെ അട്ടിമറിച്ച് അടൂർ പ്രകാശ് നേടിയ വിജയത്തിന് മറ്റൊരു കാരണം നമ്മൾ കാണേണ്ടതില്ല. ഇക്കുറിയും അടൂർ പ്രകാശ് തുടക്കത്തിൽ തന്നെ ഈ ഇരട്ട വോട്ട്, അതോടൊപ്പം തന്നെ അതിനകത്തിലെ വോട്ടിംഗ് ലിസ്റ്റിലുള്ള ചില ക്രമക്കേടുകൾ എന്നത് സംബന്ധിച്ചുള്ള കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ അടൂർ പ്രകാശ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ മണ്ഡലത്തിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ V. ജോയിയെ ഇടതുപക്ഷം അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത് ആറ്റിങ്ങൽ മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പലപ്പോഴും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയം കൊണ്ടിട്ടുള്ള കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടകളിൽ നിന്ന് വിജയം നേടിയിട്ടുള്ള ഒരു പാരമ്പര്യം V. ജോയിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മുഴുവൻ സംവിധാനങ്ങളെയും ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് V. ജോയിയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നത്തിലേക്ക് ഇടതുപക്ഷം കടന്നിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഒരു അഭിമാന പോരാട്ടമായി ഏത് വിധേനയും ജോയിയെ ജയിപ്പിക്കുക എന്നതിലേക്ക് ഇടതുപക്ഷം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ കാര്യം എടുക്കാം. അവിടെ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ 2.5 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP ഇതര വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിയായി തന്നെ ശോഭാ സുരേന്ദ്രൻ നമ്മൾ കാണണം. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പല ഘടകങ്ങളും
അന്ന് രാഷ്ട്രീയമായി BJPക്ക് അനുകൂലമായി നിന്നിരുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കേണ്ടതില്ല. എങ്കിൽ പോലും ഏതാണ്ട് 2.5 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ വോട്ട് വിഹിതത്തിന്റെ ആത്മബലത്തിലായിരിക്കണം, അതായിരിക്കണം ഒരുപക്ഷെ വി മുരളീധരൻ ഊർജ്ജവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നത്. ഏതായാലും വി മുരളീധരനും വലിയ പരീക്ഷണം ആ മണ്ഡലത്തിൽ നേരിടേണ്ടി വരും. കാരണം ഈ രണ്ട് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് നടുവിലേക്കാണ് വി മുരളീധരൻ വരുന്നത്. സ്വാഭാവികമായും ഹാഷ്മി, നമുക്കറിയാം ഇതിന് മുൻപുള്ള ചിറയൻകീഴ് മണ്ഡലം ആളുകളെ ജയിപ്പിക്കുകയും, അതായത് ഇരു മുന്നണികളിലും പെട്ടവർ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദയാദാക്ഷിണ്യം ഇല്ലാത്ത വോട്ടർമാരാണ് ആറ്റിങ്ങലിലേതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീ പാറുന്ന, അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. എന്താണ് വോട്ടർമാരുടെ മനസ്സിലുള്ളത്, എന്താണ് അഭിപ്രായ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിജയകുമാർ, ഇവിടെ രാജ്യം ആര് ഭരിക്കുന്ന ചോദ്യത്തിന് ആറ്റിങ്ങലുകാരിലെ 56.7% NDA എന്നും ഇന്ത്യ സഖ്യം 21.7 എന്നും പറയുന്നുള്ളൂ. മറ്റുള്ളവർ 0.7, നോ കമന്റ്സ് എന്ന് പറഞ്ഞാൽ 20.9 ഉണ്ടെങ്കിൽ കൂടിയും NDA എന്ന് പറയുന്നത് 56.7 അവിടെ. അപ്പോൾ അത് വോട്ടാകുമെന്ന സ്വപ്നം വി മുരളീധരൻ കാണണോ വിജയകുമാർ? അതൊരു വോട്ടാകണമെന്ന സ്വപ്നം കാണണ്ട ഹാഷ്മി. നമ്മൾ നേരത്തെ നമ്മളുടെ ആദ്യഘട്ട മണ്ഡലങ്ങളിലും ഇപ്പോൾ രാജ്യം ആര് ഭരിക്കുമെന്ന വടകര ചോദ്യത്തിന് 48.1% പേര് അത് NDA എന്നാണ് പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തിന് 22.6 ഉള്ളൂ. പക്ഷേ അതവിടെ ആ നിലയിൽ അത് വോട്ട് എന്ന നിലയിൽ അത് മാറിയിട്ടില്ല. പൊന്നാനിയിൽ എത്തുമ്പോഴേക്ക് രാജ്യം ആര് ഭരിക്കുമെന്നത് NDA എന്നത് 33.9ഉം ഇന്ത്യ എന്നത് 45.8ഉമാണ്. അവിടെയും അത് വോട്ടായിട്ടില്ല. അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണക്ക് അവിടെ 48.5 രാജ്യം ആര് ഭരിക്കുമെന്നത് NDA എന്നത് KC വേണുഗോപാൽ ജനവിധി തേടുന്ന ആലപ്പുഴയിൽ പോലും 48.5% ആളുകൾ NDA ഭരിക്കും. ഇന്ത്യ മുന്നണി 29.4 ഉള്ളു അവിടെ. പക്ഷേ അത് വോട്ടിനെ സ്വാധീനിക്കുന്നതല്ല, പകരം രാജ്യത്തെ നിലവിലുള്ള സാഹചര്യങ്ങളാകെ വിലയിരുത്തിയിട്ടുള്ള പ്രതികരണങ്ങളാവാം ചിലപ്പോൾ, നമുക്കറിയില്ല. പക്ഷേ അത് ആ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കണക്കാകണമെന്നില്ല. ഇവിടെ രാജ്യം ആര് ഭരിക്കുമെന്നത് NDA എന്നത് 56.7 വരുന്നു. എന്താണ്, നരേന്ദ്രമോദിക്ക് അവിടെ 33% പിന്തുണയുള്ള, രാഹുൽ ഗാന്ധി 39.5 ഉള്ളൂ. അന്തരം ഏതാണ്ട് 6% ഉള്ളൂ. അപ്പോൾ അതേ കണക്ക് തന്നെയാവാം ഈ രാജ്യം ആര് ഭരിക്കുമെന്ന NDAയുടെ വലിയ പിന്തുണയുടെയും രഹസ്യമെന്ന് തോന്നുന്നു. അപ്പോ ആറ്റിങ്ങലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിർണായക ചോദ്യം, ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ആറ്റിങ്ങലുകാരെ നിങ്ങൾ കരുതുന്നത്? വി ജോയ് എന്ന് പറയുന്നു 38.9% ആളുകൾ, അടൂർ പ്രകാശ് എന്ന് പറയുന്നു 37.2% ആളുകൾ. ഇഞ്ചോടിഞ്ച് നേരിയ മാർജിനാണ്. വി മുരളീധരൻ എന്ന് പറയുന്നു 23.3% ആളുകൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ 0.6. അപ്പോൾ ആറ്റിങ്ങൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നേരിയ മുൻതൂക്കം എന്നതിനപ്പുറം ഒന്നും പറയാറായിട്ടില്ല. ആറ്റിങ്ങൽ ഒന്നും പറയുമ്പോൾ സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിൽ പറയാൻ. കട്ടയ്ക്ക് കട്ട, ഇഞ്ചോടിഞ്ച്, എങ്കിലും ഒരൊറ്റ ശതമാനത്തിലൊക്കെ വി ജോയ്ക്ക് CPM-ന് ഒരു നേരിയ മുൻതൂക്കമാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കാഴ്ചവെച്ച ഒരു പെർഫോമൻസോ വോട്ട് ശേഖരിക്കലോ സാധ്യമാകാൻ കഴിയുന്നുണ്ടോ എന്നത് 23.3-ൽ അവിടെ പ്രസക്തമാണ്. എന്നാലും ആറ്റിങ്ങൽ ഒരു സർവേ പോയിന്റ് ആണത്. ആറ്റിങ്ങൽ ഇപ്പോഴും അൺപ്രഡിക്റ്റബിൾ എന്ന് വേണം കൃത്യമായി പറയാൻ. ബി ദിലീപ് കുമാറിലേക്ക് പോകും. ദിലീപ്, 37.2 UDF, 38.9 LDF. എന്തെങ്കിലും പറയാറായോ ആറ്റിങ്ങൽ? ഹാഷ്മി, ഒന്നും വ്യക്തമായി പറയാൻ കഴിയില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. നേരിയ മുൻതൂക്കം മാത്രമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ്ക്കുള്ളത്. ആറ്റിങ്ങലിൻ്റെ ഒരു മത്സര ചിത്രം തന്നെ പരിശോധിച്ചാൽ പലപ്പോഴും അത് പ്രവചനാതീതമായിരിക്കും. അത് നേരത്തെ ചിറയൻകീഴായിരുന്ന സമയത്തും ആറ്റിങ്ങൽ മണ്ഡലം പലപ്പോഴും പ്രവചനങ്ങൾക്ക് പിടികൊടുക്കാത്ത മണ്ഡലമാണ്. ആർ ശങ്കറിനെ അനിരുദ്ധൻ, സമ്പത്തിൻ്റെ പിതാവ് അനിരുദ്ധൻ തോൽപ്പിച്ച മണ്ഡലമാണ് ഈ പഴയ ചിറയൻകീഴ്, അതായത് ഇപ്പോൾ ആറ്റിങ്ങൽ എന്ന് പേര് മാറി വന്ന ആ മണ്ഡലം. പിന്നീട് സുശീല ഗോപാലൻ അവിടെ ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. വയലാർ രവി ആ മണ്ഡലത്തിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. തലേക്കുന്നിൽ ബഷീറിനും സമ്പത്തിനുമൊക്കെ അവിടെ ജയവും തോൽവിയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അങ്ങനെ അത്ര വേഗം പിടികൊടുക്കുന്ന ഒരു മനസ്സല്ല. പക്ഷേ ഇത്തവണ ഇടതുമുന്നണി പ്രതീക്ഷ അർപ്പിക്കുന്ന ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത്. വി ജോയി ആ മണ്ഡലത്തിൽ തന്നെ നേരത്തെ ആ മണ്ഡലത്തിൽ തന്നെയുള്ള അഴൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തി. പിന്നീട് അവിടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായി നിന്ന് വർക്കലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിയോഗിച്ച് വർക്കല നിയമസഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തു. അങ്ങനെ ആ നിലയിലൊക്കെയുള്ള പ്രവർത്തന മികവ് വി ജോയ്ക്കുണ്ട്. അതുകൊണ്ട് അത് ഇത്തവണ വോട്ടായി മാറ്റുമെന്ന് ഇടതുമുന്നണി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ അടൂർ പ്രകാശിലൂടെ വിജയം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയുണ്ട്. ശബരിമല
പ്രക്ഷോഭവും ശബരിമലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമൊക്കെ കത്തിനിന്ന 2019 തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മുന്നേറ്റം ഇത്തവണ BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകില്ല എന്ന് കരുതുന്ന ചിലരെങ്കിലുമുണ്ട്. പക്ഷേ വി മുരളീധരനും BJP കേന്ദ്രങ്ങളുമൊക്കെ അവിടെ ഉറച്ച മണ്ഡലമായി ആറ്റിങ്ങലിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അഖിൽ സുരേഷ് അഖിൽ, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടൂർ പ്രകാശ് ഉന്നയിക്കുന്ന ആരോപണം ഇരട്ട വോട്ട് ആരോപണമാണ്. 1.5 ലക്ഷം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മാറ്റിയെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും അല്ല എന്ന് വിജോയ് പറഞ്ഞു. എന്തായാലും CPM അതിൻ്റെ സർവ്വവിധമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. കാര്യം അതിനെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ വിട്ടുപോയത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തിരിച്ചു പിടിക്കൽ അവരുടെ പ്രസ്റ്റീജിയസ്. പക്ഷേ നമ്മൾ അവിടെ പോകുമ്പോൾ സർവേ നടത്തുമ്പോൾ ഗ്രൗണ്ടിൽ കാണുന്നത് എന്താണ് അഖിൽ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, തീ പാറും മത്സരം. അങ്ങനെ തീ പാറും മത്സരം എന്ന് നമുക്ക് പറയാൻ അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. സർവേ സാമ്പിളുകൾ സ്വീകരിച്ച സമയത്ത് നമുക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമുക്ക് ഇരു മുന്നണികളും അടൂർ പ്രകാശ് എന്ന സിറ്റിംഗ് MP-യും LDF-ന്റെ സ്ഥാനാർത്ഥിയായ വർക്കല MLA കൂടിയായ വി ജോയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് നെക്ക് ടു നെക്ക് ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. ഒപ്പം വളരെ നല്ല രീതിയിൽ BJP അവരുടെ സാന്നിധ്യവും അറിയിക്കുന്നുണ്ട്. മോശപ്പെട്ട പ്രകടനമല്ല. ശോഭാ സുരേന്ദ്രൻ നേടി അത്രയും വോട്ട് നേടാൻ കഴിയുമോ എന്നുള്ള സംശയം നിൽക്കുമ്പോഴും അവരുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ വി ജോയിക്ക് കിട്ടിയൊരു അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വർക്കല MLA ആയിരിക്കുക. അദ്ദേഹം ചിറയൻകീഴ് മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. തൊട്ടടുത്ത ആറ്റിങ്ങൽ വാമനപുരം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല. അപ്പം ഈ 4 മണ്ഡലങ്ങൾ നമുക്ക് പരമ്പരാഗതമായി LDF നിയമസഭകളിലൊക്കെ വലിയ രീതിയിൽ വോട്ട് നേടി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പിന്നീട് വരുന്ന 3 മണ്ഡലങ്ങൾ കാട്ടാക്കട, നെടുമങ്ങാട്, അരുവിക്കര എന്ന് പറയുമ്പോൾ അത് LDF UDF മാറി മാറി ജയിക്കുന്ന മണ്ഡലങ്ങൾ. അപ്പം ഇവിടെ LDF-ന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് തന്നെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നോക്കിയാൽ ഏകദേശം 2 ലക്ഷത്തോളം അധികം വോട്ടുകൾ LDF UDF വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധ്യമല്ലാത്തൊരു മണ്ഡലം എന്നല്ല. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി UDF സംവിധാനത്തിനപ്പുറത്തേക്ക് അടൂർ പ്രകാശ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ അട്ടിമറി വിജയം നേടിയ, നമുക്ക് 2009 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ LDF ജയിച്ച വർഷം പോലും ആറ്റിങ്ങൽ ജയിച്ചൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അടൂർ പ്രകാശ് എന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇവിടെ CPM-ന്റെയും വി ജോയുടെയും എതിരാളി. ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. വിജയകുമാർ, തൊട്ടാപ്പൊട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചുമ്മാ അല്ല, തൊട്ടാപ്പൊട്ടുന്ന മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ CPM-ന് വേണ്ടി വർക്കല പിടിച്ചെടുക്കാൻ നിയോഗിച്ച ജോയിയെ ലോക്സഭയിൽ CPM-ന് വേണ്ടി ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ നിയോഗിക്കുമ്പോൾ വിജയവഴിയിലാണെന്ന് പറയാറായോ വിജയകുമാർ? ഒരിക്കലും പറയാറായിട്ടില്ല ഹാഷ്മി. ഇത് തീ പാറുന്ന പോരാട്ടം അത് തന്നെയാണ്, അതിൽ പറയാൻ കഴിയും. ഇത് ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നതിൽ എനിക്ക് തർക്കമില്ല. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അട്ടിമറി സംഭവിച്ച ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ അത്തരം ഒരു റിസൾട്ട് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സമയത്തുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു അനാലിസിസ്, ഒരു വിലയിരുത്തൽ എന്നത് അവിടെ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, അത് BJP-യിലേക്ക് പോയി എന്നത് തന്നെയായിരുന്നു. അത് ശബരിമലയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളായി അന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ അതിൽ എത്ര വോട്ടുകൾ തിരികെ CPM-ലേക്ക് ഇടതുമുന്നണിയിലേക്ക് തിരികെ വന്നിട്ടുണ്ട് എന്നത് മാത്രമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ വി മുരളീധരൻ 23.3% വോട്ട് നേടുമെന്ന് പറയുന്നു. വി ജോയി അടൂർ പ്രകാശും തമ്മിൽ ഏതാണ്ട് ഒരു 1.5% അന്തരം കഷ്ടിച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, BJP-യിലേക്ക് പോയ വോട്ടുകൾ അപ്പാടെ തിരികെ വന്നിട്ടില്ല. അതിൽ ഒരു ഭാഗം ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. അതാണ് നമ്മളുടെ സർവേയിലെ ഒരു കണ്ടെത്തൽ എന്ന നിലയിൽ എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. അടൂർ പ്രകാശിന് അവിടെ എന്താണ് അങ്ങനെ UDF-ന്റെ മണ്ഡലം എന്നൊന്നും അതിനെ പറയാൻ കഴിയില്ല. അടൂർ പ്രകാശ് അവിടെ മാനേജ് ചെയ്തെടുക്കുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മണ്ഡലം മാനേജ് ചെയ്യുന്നതിലെ മികവൊക്കെ പ്രകടമാക്കിയ ഒരു മണ്ഡലമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ കടുത്ത പോരാട്ടം നടത്തുന്നുണ്ട്. BJP-യിലേക്ക് പോയ 2019 ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ശോഭാ സുരേന്ദ്രന് കിട്ടിയ ഇടതുമുന്നണിയിൽ നിന്ന് ചോർന്നു പോയ വോട്ടുകൾ അത് തിരികെ ഇടതുമുന്നണിയിലേക്ക് വന്നിട്ടുണ്ടോ, വരുമോ എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. ആ ചോദ്യത്തിന് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ വി ജോയിക്ക് അവിടെ ജയിക്കാൻ കഴിയും. അതല്ല, അതൊരു ബിഗ് നോയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടെ കാര്യങ്ങൾ വീണ്ടും ഇടതുമുന്നണിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ സർവേയിലെ നമ്മൾക്ക് ഒരു എറർ ഫാക്ടർ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ഈ മണ്ഡലത്തിൽ ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തീ പാറുന്ന പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ചാണ്, ഫോട്ടോ ഫിനിഷ് ആയിരിക്കും ഇവിടെ. ഗോപി, ശബരിമല പ്രധാന വിഷയമായിരുന്ന ആറ്റിങ്ങലിൽ അന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ആ ഒരു സുവർണാവസരം ഇക്കുറിയില്ല. രാഹുൽ ഗാന്ധി ഫാക്ടർ എത്രത്തോളം ഉണ്ട് എന്നിപ്പോഴും അറിയില്ല. അങ്ങനെ വന്നാൽ ആറ്റിങ്ങൽ ഏതെങ്കിലും തരത്തിൽ പിടിതരുന്നുണ്ടോ ഗോപി?
ഹഷ്മി, നോക്കൂ, ഈ ശബരിമല ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു, ഒരു രാഷ്ട്രീയ വിഷയമായിരുന്ന സമയത്ത് അതിനെ പരമാവധി അത് വോട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നത് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ്. മാളികപ്പുറം എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട്, അതായത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരാൾ എന്ന ഒരു സ്ലോഗൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സ്ലോഗനോട് കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ആ നിലയിൽ സമാഹരിക്കപ്പെടാൻ കഴിയുന്ന പരമാവധി വോട്ടുകളായിരുന്നു അന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത 2.5 ലക്ഷം വരുന്ന വോട്ടുകൾ. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ BJP വോട്ടുകളിൽ 1% അല്ലെങ്കിൽ ഒരു ഭാഗം അത് ക്ഷമിക്കണം, CPM വോട്ടുകളിൽ ഒരു ഭാഗം അത് BJPയിലേക്ക് പോയി, അത് ശോഭയ്ക്ക് അനുകൂലമായി മാറി എന്ന് വിലയിരുത്തൽ അംഗീകരിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP ഇതര വോട്ടുകൾ ആ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ശോഭയ്ക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടാകാം. ആ വോട്ട് ബേസിൽ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ അതിൽ മേൽ ഉയർത്തിയിരിക്കുന്ന ആത്മവിശ്വാസത്തിലാണ് വളരെ നേരത്തെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചാരണമല്ല, അവിടുത്തെ പ്രവർത്തനങ്ങളിലേക്ക് വി മുരളീധരൻ കടന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് അന്ന് 2.5 ലക്ഷം വോട്ടുകൾ സമ്മാനിച്ച ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ആറ്റിങ്ങലിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ വിഷയങ്ങൾ മാറിയിരിക്കുന്നു, അവിടുത്തെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, ദേശീയ തലത്തിലെ പ്രശ്നങ്ങൾ, വി ജോയിയെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഏജൻസികൾ, CAA പോലെയുള്ള ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ വിഷയങ്ങളെയൊക്കെ ആറ്റിങ്ങലിലെ വോട്ടർമാർ വളരെ ഗൗരവത്തോടു കൂടി കണക്കിലെടുക്കുമെന്നാണ് ഞാൻ ഈ സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജോയിക്ക് കിട്ടുന്ന ഒരു ചെറിയ എഡ്ജ്, ആ നിലയ്ക്ക് അതൊരു പൊളിറ്റിക്കൽ എഡ്ജ് ആയിട്ടാണ് ഞാൻ ഇതിനെ വായിച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന് പറഞ്ഞ് നമ്മൾ മണ്ഡലങ്ങളിൽ പോകുമ്പോൾ അത്ഭുതം തോന്നിക്കുന്ന രീതിയിൽ പ്രാദേശിക വികസന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ വളരെ മൈന്യൂട്ടായി, വളരെ ആഴത്തിൽ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് അടക്കം, ദേശീയ പൗരത്വ വിഷയം അടക്കം സാധാരണ മനുഷ്യർ പഠിച്ചു പറയുന്നത് കേട്ടതാണ്. അതുകൊണ്ട് ഇതടക്കം വളരെ സജീവമായി ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പാണ്. എന്തും സംഭവിക്കാം. നമ്മൾ ഫൈനൽ ടാലിയിലേക്ക് പോകുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? കേരളം എങ്ങനെ ഈ ചോദ്യത്തോട് പ്രതികരിച്ചു എന്ന് നോക്കാം. ഇല്ല എന്ന് പറയുന്നവർ 26.5%. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ സർക്കാരിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി വിലയിരുത്തിയാണ് വോട്ട് എന്ന് പറയുന്നത് 73.5%. അങ്ങനെ വിലയിരുത്തുമെന്ന് പറയുമ്പോൾ പോലും ദൈനംദിന മനുഷ്യ ദുരിതങ്ങൾ, വിലക്കയറ്റത്തിൽ, പെൻഷൻ കിട്ടായ്മയിൽ, സപ്ലൈകോയിൽ പൂച്ച വെച്ച് കിടക്കുന്ന അവസ്ഥ, സർക്കാരിനോട് വിയോജിപ്പുണ്ടെങ്കിലും അത് വോട്ടിലേക്ക് വരുമ്പോൾ ആന്റി ഇൻകുംബൻസി എന്ന നിലയ്ക്ക് ഒരു സർക്കാർ വിരുദ്ധ വോട്ടായി അത് ഒരു പരിധിവരെ പരിണമിക്കുന്നില്ല എന്ന് വേണം കരുതുക. എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയാറുണ്ട്, നാരാസേ ലേക്കിൻ ഗുസ്സാ നഹി എന്ന് പറഞ്ഞാൽ ദേഷ്യമുണ്ട് പക്ഷേ വെറുപ്പില്ല. അഖിൽ സുരേഷ് പോകുന്നു. അഖിൽ, അങ്ങനെയല്ല, സർക്കാരിനോട് വിയോജിപ്പുണ്ട്, സർക്കാരിനോട് അമർഷമുണ്ട്, പക്ഷേ വോട്ടിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല നമ്മുടെ കണക്കുള്ള കാര്യം. എന്തുകൊണ്ടാണത്? അത് തീർച്ചയായിട്ടും നമ്മൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ, അത് ഇപ്പോൾ ഈ പറയുന്ന പെൻഷൻ, സാമൂഹ്യ പെൻഷൻ അല്ലെങ്കിൽ സപ്ലൈകോ മറ്റ് കാര്യങ്ങളിൽ എതിർപ്പ് ജനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് LDFിനോട് മുന്നണി അല്ലെങ്കിൽ മത്സരത്തിൽ അത് LDFിനോട് പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് അവിടെ അതാണ് നമ്മളിപ്പം റിസൾട്ട് പ്രഖ്യാപിച്ച 2 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ പുറകിലേക്ക് പോകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, സർക്കാരിനെ വിലയിരുത്തുമ്പോൾ തന്നെയും സർക്കാരിനെ നോക്കി വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെയും അത് പക്ഷേ പൂർണ്ണമായിട്ടും അത് വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്ന് നമുക്ക് ഈ സർവേയുടെ ഫലം പരിശോധിക്കുമ്പോൾ അങ്ങനെ വിലയിരുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ദിലീപ് കുമാറിലേക്ക് തോന്നുന്നു. ദിലീപ്, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടാത്ത വിഷയം, വിലക്കയറ്റത്തിൻ്റെ വിഷയം, ഇന്ധന സെസ്സിൻ്റെ വിഷയം, ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായേക്കാവുന്ന ഇനിയിപ്പോൾ മാസപ്പടി, അഴിമതി അടക്കമുള്ള എത്ര വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു പോയതാണ്. എന്നിട്ടും അത് ഒരു വോട്ട് പാറ്റേണിലേക്ക് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് കാണേണ്ടത് ദിലീപ് യഥാർത്ഥത്തിൽ? ഹാഷ്മി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തെ സംബന്ധിച്ച് അത് സംസ്ഥാന നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നതും ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നതുമുള്ള പാറ്റേൺ 2 എന്ന് കാണാം. 2004 വേണമെങ്കിൽ നമുക്കൊരു അപവാദമായി അതിനെ ചൂണ്ടിക്കാട്ടാം. 2004 19 സീറ്റിൽ ഇടതുമുന്നണി ജയിക്കുകയും 1 സീറ്റ് മാത്രം UDF, 1 സീറ്റ് പിന്നീട് 1 സീറ്റിൽ ജയിച്ച, മറ്റൊരു അവശേഷിക്കുന്ന സീറ്റിൽ ജയിച്ചിരുന്ന, അതായത് മൂവാറ്റുപുഴയിൽ അന്ന് ജയിച്ചിരുന്ന PC തോമസ് അന്ന് പിന്നീട് ഇടതുമുന്നണിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. അന്ന് NDA സ്ഥാനാർത്ഥിയായിട്ടാണ് PC തോമസ് മത്സരിച്ച് ജയിച്ചത്. 18-1-1 എന്നായിരുന്നു 2004 ഒരു തെരഞ്ഞെടുപ്പ് ഫലം. പിന്നീട് PC തോമസ് കൂടി ഇടതുമുന്നണിക്കൊപ്പമായതോടുകൂടി 19-1 എന്ന നിലയിലേക്ക് അത് മാറുകയും ചെയ്തിരുന്നു. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2 തരം വിഷയങ്ങൾ ആണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്
എന്നുള്ളത് കൊണ്ടാകാം കേരളത്തിലെ വോട്ടർമാർ ആ നിലയിലുള്ള വോട്ട് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു വലിയ തോതിൽ UDF-നെ സഹായിച്ചിട്ടുണ്ട്. ശബരിമല വിഷയം അത് വലിയ തോതിൽ UDF-നെ സഹായിച്ചിട്ടുണ്ട്. ഇത്തവണ അത്തരം വിഷയങ്ങളില്ല. പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുണ്ട്. ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട്, സെസ് കുറയ്ക്കാത്ത വിഷയമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ട്. കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലമായിരുന്നു. പക്ഷേ അന്ന് ഈ സർക്കാരിനോടുള്ള ഒരു വിരുദ്ധ വികാരം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ശബരിമല വിഷയത്തിലടക്കം സ്വീകരിച്ച നിലപാട് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഏതായാലും അങ്ങനെയൊരു വിഷയമില്ല. അത് ഒരുപക്ഷെ അത് വോട്ടർമാരെ സംബന്ധിച്ച് അവർ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാകാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ടാകാം. ഗോപി, ഇപ്പോൾ ഇത് വിലയിരുത്തുമെന്ന് പറയുന്ന 73.5%. ഒറ്റ നോട്ടത്തിൽ ഒരു സർക്കാർ ഒരു ഭരിക്കുന്ന സർക്കാർ, അതും ഭരണത്തുടർച്ച കിട്ടിയ സർക്കാർ ഭരിക്കുമ്പോൾ 73.5 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആന്റി ഇൻകംബൻസിലേക്ക് നയിക്കാവുന്ന ചോദ്യം എന്ന് നമുക്ക് തോന്നാമെങ്കിലും വേണമെങ്കിൽ അനുകൂലമായും ആകാമത്. ഗോപിയല്ലേ? അതെ ഹാഷ്മി, അതായത് നമ്മൾ ഇപ്പോൾ നവംബർ മാസത്തിലാണ് ഇതിനു മുൻപ് ഇതേപോലെ നമ്മളൊരു സർവേ നടത്തിയത്. ആ സർവേയിൽ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ പറഞ്ഞത് വിലക്കയറ്റമായിരുന്നു. ഇപ്പോൾ നേരത്തെ അതിന് വളരെ വ്യക്തമായ ഒരു വിശദീകരണം അഖിൽ നൽകുകയുണ്ടായി. അതായത് 73% ആളുകൾ സംസ്ഥാന സർക്കാരിന്മേലുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ആഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനോട് അനുകൂലമായിട്ടുള്ള പ്രതികരണമാകാം, സർക്കാരിനോട് പ്രതികൂലമായിട്ടുള്ള പ്രതികരണമാകാം. പക്ഷെ അതൊരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള പ്രതികരണമായി ഇതിനെ കാണാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സപ്ലൈകോയിലെ പ്രശ്നങ്ങളായാലും ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളിലെ പാകപ്പിഴകൾ സംബന്ധിച്ച് അവർക്ക് വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമായി ഈ അഭിപ്രായ സർവേയിൽ ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. അപ്പോൾ ഒരു പരിധിവരെയെങ്കിലും സംസ്ഥാന സർക്കാർ ജനങ്ങളോട് ഈ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാർ അർഹമായ വിഹിതം നൽകാത്തതാണ്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതാണ് എന്ന് തുടങ്ങി സർക്കാർ നൽകുന്ന വിശദീകരണങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ സ്വഭാവത്തിലായിരിക്കും ഈ വിഷയങ്ങളെ കേരളത്തിലെ വോട്ടർമാർ കാണാൻ പോകുന്നത്. അതുകൊണ്ട് വിശാലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് എന്തെയും പോലെ തന്നെ കേരളത്തിലെ വോട്ടർമാർ സമീപിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 73% സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമെന്ന് പറയുമ്പോഴും അതൊരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ അതിനെ അവതരിപ്പിക്കുന്നത് ശരിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ ബാധിച്ചിട്ടുള്ളത്, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുള്ളത് എന്നത് ഒരു വോട്ടറുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് മാത്രമാണ് അതിനർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ ഈ അഭിപ്രായ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിജയകുമാർ, ഇവിടെ ഞാൻ വടകരയാണ് എൻ്റെ ഓർമ്മ. ഒരു നല്ല പ്രായമുള്ള ചേട്ടൻ, നമ്മുടെ ഇവിടെ രാഷ്ട്രീയം പറയാൻ പോയതാണ്. ഒരു നല്ല പ്രായമുള്ള ഒരു ചേട്ടൻ ഒരു സാധാരണ കയ്യിലേക്ക് കൊടുത്ത് മടക്കി കുത്തി ഒരു സാധാരണ ഉടുപ്പൊക്കെ ഇട്ട ചേട്ടൻ BJP പ്രതിനിധിയോട് ചോദിക്കുന്നത് ചോദ്യം ഇലക്ട്രൽ ബോണ്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മേഘയിൽ റെയ്ഡിന് ശേഷം നിങ്ങൾ പൈസ വാങ്ങിയില്ലേ മറ്റേ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ 4 കമ്പനി ചേട്ടൻ അങ്ങ് പറയുക എന്ന് പറഞ്ഞാൽ അത്ര മൈന്യൂട്ടായി ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ പോലും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങൾക്ക് കൂടി പ്രാധാന്യമുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണാനുകൂലമോ ഭരണവിരുദ്ധമോ വിലയിരുത്തലാകുമെന്ന് പറയാൻ കഴിയുമോ വിജയകുമാർ? ഹാഷ്മി, ഇവിടെ 2-3 സംഗതികൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു സംഗതി കുറച്ച് നേർത്തു വരുമെന്ന് നമ്മൾ പറയാറില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് നോക്കിയ 4 മണ്ഡലങ്ങളിലും പോപ്പുലർ ലീഡർ എന്നത് പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ജനപിന്തുണ ഏതാണ്ട് 40% എന്നത് നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും നോക്കുമ്പോൾ ശരാശരി 40-ന് മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിനെ വിലയിരുത്തുന്നു. ഇനിയിപ്പോൾ സർക്കാരിനെതിരെ എന്താണ് പറയുന്നത്, മുഖ്യമന്ത്രി കൊള്ളാം, അദ്ദേഹത്തിൻ്റെ ടീം മോശമാണ് എന്നൊക്കെ ഈ കഴിഞ്ഞ ഉത്തരേന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ, അതായത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ടതാണ്. അപ്പോൾ അതുപോലെ മുഖ്യമന്ത്രിക്ക് ജനപിന്തുണയുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആൻറ്റി ഇൻകുംബൻസി വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ കാണുന്നില്ല നമ്മളുടെ സർവേയിൽ. ഈ 4 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പ്രകടമല്ല. സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് 73% ആളുകൾ അത് ഞങ്ങൾ വിലയിരുത്തുമെന്ന് പറയുന്നു. ഇനി അവിടെ സർക്കാരിൻ്റെ പ്രകടനം മോശമാണ് എന്ന ഒരു അനുമാനം നമ്മൾ അതിന് കൊടുത്താൽ ഇപ്പോൾ മറിച്ചും കൊടുക്കാം, ഗവൺമെൻറ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യുന്നു, അങ്ങനെ വേണമെങ്കിൽ കരുതാം. അതല്ല, മറിച്ചാണെങ്കിലും അപ്പോഴും അവിടെ മുഖ്യമന്ത്രി പോപ്പുലറാണ് എന്നൊരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് 3-4 ഘടകങ്ങൾ ഈ വിഷയത്തിലുണ്ട്. സർക്കാരിനെ നമ്മൾ വിലയിരുത്തുന്നു, 73%
ആളുകൾ അതനുസരിച്ച് വോട്ട് ചെയ്യുന്നു. സർക്കാർ മോശമാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി പോപ്പുലറാണ് എന്ന അഭിപ്രായം ഈ 4 മണ്ഡലങ്ങളിലെ ആളുകൾ നമ്മളോട് പങ്കുവയ്ക്കുമ്പോഴുണ്ട്. 40%-ലധികം, ചിലയിടത്ത് 50%-ഓളം ഉണ്ട്. അതെല്ലാം ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഈ 73.5 എന്ന ഫിഗറിനെ നമ്മൾ വിലയിരുത്താൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ച 4 മണ്ഡലങ്ങളിൽ ആർക്കാണ് മുൻതൂക്കം? ഇതാ ആ റിസൾട്ടിലേക്കാണ്. LDF 2 എന്ന് പറഞ്ഞാൽ വടകരയും ആറ്റിങ്ങലും അതിശക്തമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നേരിയ മുൻതൂക്കമാണെങ്കിൽ കൂടിയും ഈ 2 സ്ഥലങ്ങളിൽ LDF നേരിയ എഡ്ജിൽ മുന്നിൽ നിൽക്കുന്നു. UDF-ന് ആലപ്പുഴയും പൊന്നാനിയുമാണ്. ആലപ്പുഴയിൽ മറിച്ചുള്ള സാഹചര്യം, അവിടെയും പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. പക്ഷേ അവിടെ KC വേണുഗോപാൽ നേരിയ മുൻതൂക്കത്തിൽ മുന്നിൽ. പൊന്നാനി പക്ഷേ നേരിയത് ഒന്നുമല്ല, മാർജിൻ ഒന്നുമല്ല. അവിടെ ലീഗിന്റെ കോട്ട, ആ കോട്ട അങ്ങനെ നിലനിർത്തുന്നുള്ളതാണ്. അപ്പോൾ LDF 2, UDF 2, NDA 0. ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിലും ഇതാണ് ട്രെൻഡെങ്കിൽ കൊടും പോരാട്ടമാണ്.